ഞങ്ങൾ ഭയങ്കര എക്സൈറ്റ്മെൻറ്റോട് കൂടിയായിരുന്നു ഈ യാത്ര തിരിച്ചത്. കാരണം മറ്റൊന്നല്ല, ഞങ്ങളുടെ ഒരു പെറ്റായ മൂസുവിൻ്റെ വാക്സിനേഷൻ ഡേ ആയിരുന്നു. അങ്ങനെ ഞങ്ങൾ നടക്കാവിലുള്ള വെറ്റിനറി ഹോസ്പിറ്റലിലെത്തി. മൂസുവിനെ ഞങ്ങൾ ആദ്യമായിട്ടാണ് ഇങ്ങനൊരു ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവരുന്നത്. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു. ഇവിടെ എത്തിയപ്പോഴല്ലേ കാണുന്നത് നമ്മുടെ ഹോസ്പിറ്റലിൽ ഉണ്ടാവുന്ന അതേ തിരക്ക് ഇവിടെ ഉണ്ടായിരുന്നു. ഒരുപാട് പേര് അവരുടെ പെറ്റ്സിനെ കാണിക്കാനായിട്ട് വന്നിട്ടുണ്ട്. ഈ കാണുന്ന കൊട്ടയിലെല്ലാം മൂസുവിനെ പോലെയുള്ള കുസൃതി കുട്ടന്മാരാണ്. ക്യാറ്റ്സ് മാത്രമല്ല, അതുപോലെ തന്നെ ഒരുപാട് ഡോഗ്സ് ഉണ്ടായിരുന്നു. ഈ പപ്പിയെ കാണാൻ നല്ല ക്യൂട്ടായിരുന്നു കേട്ടോ. എനിക്ക് ശരിക്കും ഇഷ്ടമായി. നമ്മുടെ CID മൂസയിലെ ജൂലി പപ്പില്ലേ, അതുപോലെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇതാ റിംഗ് മാസ്റ്ററിലെ ഡയാനയെ പോലെ ഒരു ഡോഗ്. പിന്നെ നമ്മുടെ സ്വന്തം അർജുൻ. ചലോ എന്ന് കേട്ടപ്പോൾ എനിക്കൊരു സംശയം, ഇനി ഹിന്ദിക്കാരിയാണോ? അപ്പോൾ ഇതും സന്തോഷായി. മലയാളമല്ലാന്ന് ഉറപ്പായി. അങ്ങനെയാണെങ്കിൽ ഹിന്ദിയിൽ ഒരു ശയന പ്രതിഷ്ഠത്തിന് ഈ സിനിമ പേരുകൾ എവിടെയാ? പട്ടി നോക്കാൻ വന്നവൻ പട്ടി നോക്കിയാൽ മതി, കുട്ടി ഞാൻ നോക്കിക്കോളാം. മാറിക്കങ്ങട് അവൻ്റെ ഒരു ഹിന്ദി. നമ്മൾക്കിവിടെ നല്ല ഹരാണെങ്കിലും ഒരാൾക്ക് നല്ല മൂഡ് ഓഫ് ആയിരുന്നു. ആകെ അപ്സെറ്റ് ആയിട്ടിരിക്കുക. പിന്നീട് ആളെ സ്വഭാവം ആകെ മാറി തുടങ്ങി. ഒരു ഭാഗത്ത് നിൽക്കണില്ല. അങ്ങനെ നീണ്ട കാത്തിരിപ്പിന് ശേഷം ഞങ്ങളുടെ ടോക്കണായി. മൂസുവിനെ എടുത്ത് ഞങ്ങൾ ഡോക്ടറുടെ അടുത്തേക്ക് ചെന്നു. മൂസു നല്ല രീതിയിൽ പേടിച്ചിട്ടുണ്ട്. നാളെ കളി കണ്ടാൽ മനസ്സിലാവും. മൂസുവിൻ്റെ ഭാഗത്ത് നിന്ന് ഇങ്ങനെ ഒന്നും ഞങ്ങൾ പ്രതീക്ഷിച്ചില്ല. ഡോക്ടറെ ഞങ്ങൾ കാത്തിരിക്കുന്ന സമയം നോക്കി മൂസു ഒരു ഒറ്റ ചാട്ടം. ഞങ്ങളും പിന്നാലെ ഓടിയെങ്കിലും ആളെ കിട്ടിയില്ല ഗൈസ്. ആൾ ഇതിൻ്റെ അടിയിൽ എവിടേക്കോ കയറി വിളിച്ചേക്കണ്. ഇവിടെ ഒരുപാട് സാധനങ്ങൾ ഉണ്ടായതിനെ കൊണ്ട് ആൾ കറക്റ്റായിട്ട് എവിടെ നിൽക്കണമെന്ന് മനസ്സിലാക്കാനും പറ്റുന്നില്ല. ആളിതായി പെട്ടിൻ്റെ അടിയിൽ ഒളിച്ചിട്ടുണ്ട് ഗൈസ്. പക്ഷെ എത്ര വിളിച്ചിട്ടും ആളിങ്ങോട്ട് വരുന്നില്ല. ഞങ്ങൾ കുറേ നേരം ശ്രമിച്ചെങ്കിലും ആൾക്ക് ഒരു അനക്കുമില്ല. അവിടെ തന്നെ നിൽക്കാണ്. മൂസുവിനെ കിട്ടി. ഞാനും കൊയ്ങ്ങി, മൂസും കൊയ്ങ്ങി. എന്തിനല്ലേ ഇങ്ങനെ ഓടി കളിച്ച്? എന്തിനും ഓടി കളിക്കേണ്ട ആവശ്യം? അങ്ങനെ വീണ്ടും ഡോക്ടറുടെ അടുത്തേക്ക് തന്നെ എത്തി. പക്ഷേ ഈ പ്രാവശ്യം മൂസുവിന് മാത്രമല്ല, ഞങ്ങൾക്കും നല്ല പേടിയുണ്ടായിരുന്നു. കാരണം മൂസുവിൻ്റെ ഭാഗത്ത് ഇനി എന്താ ഉണ്ടാവുമെന്നും പറയാൻ പറ്റില്ല. ഇത്രയും നല്ല രീതിയിൽ പേടിച്ച സ്ഥിതിക്ക് ഇനി വാക്സിൻ്റെ സമയത്ത് മൂസു കടിക്കുമെന്നും പറയാൻ പറ്റില്ല. അതിനെക്കൊണ്ട് തന്നെ ഞങ്ങൾ കൊട്ടയൊക്കെ അടിച്ച് സേഫായിട്ടാണ് കൊണ്ടുവന്നത്. ആളെ പുറത്തിറക്കിയപ്പോൾ ഒരു ചെറിയ മാന്തലും കടിയും ഞാൻ പ്രതീക്ഷിക്കണം. സമാധാനമായി. പേടിച്ചതുപോലെ ഒന്നും ഉണ്ടായില്ല. മൂസുവിൻ്റെ ഭാഗത്തുനിന്ന് ഒരു കുരുത്തക്കേട് ഉണ്ടായില്ല. മൂസു പാങ്കുട്ടീനെ പോലെ അടങ്ങിയിരുന്നു. അതിനുശേഷം ഡോക്ടർ വാക്സിനെ പറ്റിയുള്ള കുറച്ച് കാര്യങ്ങൾ എനിക്ക് പറഞ്ഞ് മനസ്സിലാക്കി തന്നു. പൂച്ചകൾക്ക് 3 അസുഖങ്ങൾ വരാണ്ടൊക്കെയുള്ള വൈറൽ ഇൻഫെക്ഷൻ വരാണ്ടൊക്കെയുള്ള വാക്സിനും കൂടാതെ റാബീസ് വാക്സിൻ, അതായത് പേവിഷബാധന വാക്സിനുമാണ് ഇപ്പോൾ ചെയ്തിട്ടുള്ളത്. അതിങ്ങനെ 2 വയസ്സ് പ്രായം കഴിഞ്ഞത് കൊണ്ട് രണ്ടും ഒരുമിച്ചാണ് ഇപ്പോൾ ചെയ്തിട്ടുള്ളത്. ഓക്കെ, എന്നാൽ അടുത്ത വർഷം വേണമെങ്കിൽ ഇത് റിപ്പീറ്റ് ചെയ്യാം. റാബീസ് എന്തായാലും ഇത് റിപ്പീറ്റ് ചെയ്യണം. മറ്റേത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു കൊല്ലം ഗ്യാപ്പ് ഇട്ടാലും കുഴപ്പമൊന്നുമില്ല. കണ്ടിന്യൂസ് ആയിട്ട് ഓൾറെഡി ഇത് ആദ്യമായിട്ടാണ് ചെയ്യുന്ന വാക്സിൻ. നിങ്ങൾ അടുത്ത കൊല്ലം കൂടി ചെയ്തോളൂ. അതായത് അടുത്ത കൊല്ലം ജൂലൈയിൽ ഇത് രണ്ടും ഇതേപോലെ തന്നെ ഒന്നും കൂടി ചെയ്യാം. ഓക്കെ, താങ്ക് യു. വരമരുന്ന് കൊടുക്കാം. 3 മാസം കൂടുമ്പോൾ വരമരുന്ന് കൊടുക്കാം.
അങ്ങനെ നമ്മൾ വീട്ടിൽ തിരിച്ചെത്തിയത് കണ്ടില്ലേ, മൂസ് വീണ്ടും ബാക്ക് ടു നോർമലായി. ആളുടെ ഫേവറേറ്റ് ട്രീറ്റ് നല്ല അടി അടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഇതാണ് പൂച്ചയ്ക്ക് നമ്മൾ വാക്സിൻ ചെയ്യാൻ പോയപ്പോൾ ആദ്യത്തെ എക്സ്പീരിയൻസ്. മറക്കാൻ പറ്റാത്തൊരു ദിവസമാക്കി തന്നു മൂസ്. അപ്പോൾ ഓക്കെ, പിന്നെ കാണാം.